എന്തുകൊണ്ടാണ് അപ്പൊ ഒരു പാർട്ടിനെ മാത്രമായിട്ട് എതിർക്കുന്നത്? രോഗാവസ്ഥയിൽ ICU എടുക്കുന്ന ആളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയിട്ട് ഒരു കാര്യമില്ല. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഞാനാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ചോദിച്ചു, നിങ്ങൾക്ക് നാണമുണ്ടോ? സ്വന്തം തന്ത മരിച്ചിട്ട് കാര്യമില്ലെങ്കിൽ ഇവനൊക്കെ ഒരു മോന. ഷാബുൻ നഷാഫ് ഇബാദില്ല എന്ന് പറഞ്ഞു വെക്കുന്ന 7 കാര്യങ്ങളുണ്ട് ഹർഷന് തണൽ ലഭിക്കാൻ. അതിലെവിടെയാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നത്? എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇക്വാലിറ്റി. ഇത് ആണ് പെണ്ണ്, ഈ 2 ജെൻഡർ മതി. ഇവിടെ ജാസി എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്. ഈ പുള്ളിക്ക് സത്യം പറഞ്ഞ ഇവനോട് സംസാരിക്കാനേ പേടിയാണ്. ഹെലൻ സ്പാട്ട എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ അടുത്ത് പറഞ്ഞിരുന്നു ഇവെന്തോ മുൻതൂക്കി കാണിച്ചു. പുള്ളി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കോപ്രായങ്ങൾ ഇവിടെ കാണിച്ചു. ഇവിടെ ഒരു സ്ത്രീ അവകാശ കമ്മീഷൻ ഉണ്ടെങ്കിൽ ആദ്യം അവനെ കേസ് എടുത്ത് അകത്ത് സ്ത്രീകൾ അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് എന്നോ മനസ്സിലാക്കിയതാണ്. എന്നിട്ട് ആ നിയമം എന്തുകൊണ്ട് ഭേദഗതി ചെയ്യുന്നില്ല? ദൈവവിശ്വാസി അല്ലാത്ത ഒരാള് ദൈവത്തോട് മറ്റൊരാൾക്ക് വേണ്ടി ഒരു ദൈവത്തെ വിളിച്ചെങ്കിൽ അതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. മതം വിറ്റ് വോട്ടാക്കുന്നവർ ഒരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ശരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആണ് ബെറ്റർ. അവര് വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. കൂടി വന്നാൽ ഖജനാവിലെ കടം പെരുകും. പക്ഷെ ലീഗ് ജയിച്ചു കഴിഞ്ഞാൽ ഇതൊരു വർഗീയ നാടാവും. പുതുമ കണ്ടാൽ ആക്സെപ്റ്റ് ചെയ്യാത്തവരാണ് മലയാളികൾ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ചുരുളി സിനിമയിൽ തങ്കൻ ചേട്ടന്റെ ക്യാരക്ടർ വരുമ്പോ സുഹൃത്തെ താൻ എന്തിന് ഇവിടെ വന്നു അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. ആറാട്ടണൻ പോലെ അടുത്ത് ഞാൻ എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഫുട്ബോളിൽ പോയിട്ട് ഷാറൂഖ് ഖാനെ കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സിനിമയിൽ പോയിട്ട് മെസ്സിനെ പോലെ അഭിനയിക്കണം എന്ന് പറയാൻ പറ്റൂലല്ലോ. പ്രതീക്ഷിച്ചായിരുന്നു ഇത്ര വൈറലാകും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു നല്ലൊരു ശതമാനം അടിമകളല്ലാത്തൊരു സമൂഹം അക്സെപ്റ്റ് ചെയ്തു.